ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്വല്ലറി മേക്കിംഗ് ആണ് ഇന്നത്തെ ക്രാഫ്റ്റ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുന്തൻ ജ്വല്ലറിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ക്രാഫ്റ്റ് നമുക്കായി പറഞ്ഞു തരുന്നു ശ്രീമതി നയന ഗിരീഷ്. നമസ്കാരം നയന. ഈ ആഭരണങ്ങൾ എത്ര അണിഞ്ഞാലും മതി വരാത്ത ഒരു വർഗമാണ് സ്ത്രീകൾ. ഏത് ടൈപ്പ് ഓഫ് ഓർണമെന്റ്സ്, ഏത് ജ്വല്ലറി, അതിനുവേണ്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ജ്വല്ലറികളിലൊക്കെ പോയിട്ട് നോക്കുമ്പോൾ കുന്തൻ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ആയിട്ടും അതേപോലെ തന്നെ ഗോൾഡിലും വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഇതിന്റെ റോ മെറ്റീരിയൽസ്? കട്ടർ വേണം. പക്കഡ് എന്ന് പറഞ്ഞാൽ ഇത് പക്കഡ് എന്ന് പറയുന്നത്. പക്കഡ് അല്ലേ? നമ്മുടെ പ്ലെയർ തന്നെ പക്കഡ് എന്ന് പറയാം. പ്ലെയർ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് വേണം. പിന്നെ കുന്തൻ. ഈ കുന്തന് പ്രത്യേകതയുണ്ട്. നോർമൽ കുന്തനല്ല, 4 സൈഡും ഹോൾ ഉണ്ടുണ്ട്. 4 സൈഡ്സ് ഹോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ചോദിച്ചു വാങ്ങിക്കണം അല്ലേ? നമുക്ക് ഈ ഒരു ഓർണമെന്റ് മേക്കിങ്ങിന് 4 സൈഡിലും ഹോൾസ് ഉള്ള കുന്തൻ ജ്വല്ലറി വാങ്ങിക്കണം. ഇതും എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് കുന്തൻ എടുത്തിട്ട് സ്പ്രിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്താൽ ഒന്നിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2-3 എണ്ണമായിട്ട് അതിങ്ങനെ പൊഴിഞ്ഞു വീഴും ഇല്ലേ? ഇത് ഈ ബോളിലൂടെ ഒരു സ്പ്രിങ് കൊടുക്കണം. സ്പ്രിങ്ങിനെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത കുന്തൻ ഈ സെയിം സ്പ്രിങ്ങിൽ കൊടുക്കും. ഹോൾസ് ഉള്ള കുന്തൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. സ്പ്രിങ് ഓരോന്നൊന്നായിട്ട് അതിന് ആ ഹോളിലൂടെ കയറ്റി കൊടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് ജോയിൻ ചെയ്യണം. നന്നായിട്ട് ജോയിൻ ചെയ്യണം. ഒരു സ്പ്രിങ്ങിൽ 2 കുന്തൻ സ്റ്റോൺസ് വെച്ച് അല്ല സ്റ്റോൺ വെച്ച് വീണ്ടും ഒരു ഇതെടുക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഈ പോർഷനിൽ നമുക്ക് ഗുങ്കുരു ഇട്ട് കൊടുക്കാം. ഗുങ്കുരൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ജോയിൻ ചെയ്യാം, അതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷെ ഇതിപ്പോ നമ്മൾ അല്ലാതെ ഞാൻ ചെയ്യുന്നത്. ഒരു കുന്തൻ എടുക്കുക, ഒരു സ്പ്രിങ് എടുക്കുക. സ്പ്രിങ് ഒരു കുന്തൻ, ഒരു സ്പ്രിങ്ങിനകത്ത് 2 കുന്തൻ വരും. ആ ഒരു രീതിയിൽ അറ്റാച്ച് ചെയ്ത് പോവുക. ശ്രദ്ധിക്കേണ്ടത് സ്പ്രിങ് നന്നായിട്ട് മുറുക്കുക അല്ലേ? 2 കുന്തൻസ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴെ പോകാൻ സാധ്യതയുണ്ട് കുറച്ച് വെയിറ്റ് വരുമ്പോൾ. അപ്പൊ നന്നായിട്ടത് മുറുക്കി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രിങ്ങിലാണ് നമ്മൾ 2 കുന്തൻസ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നല്ലോണം മുക്കി കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് എത്ര നീളത്തിലാണെന്ന് വെച്ചാൽ പോകണം അല്ലേ? ഒരു കുന്തനെടുത്ത് നല്ലോണം മുക്കി കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഈ ഫോർമേഷൻ ഒരു സ്പ്രിങ്ങില് 2 കുന്തൻസ് വെച്ച് അറ്റാച്ച് ചെയ്യുന്നു. ആ സ്പ്രിങ്ങിനെ നല്ലോണം മുറുക്കി കൊടുക്കുക. ഈ ഒരു ഫോർമേഷൻ കിട്ടും. അപ്പോൾ ഇത് ലെങ്ത് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബ്രേസ്ലെറ്റ്സ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, ചെയിൻ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ നമ്മൾ ചെയിൻ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടി നീളത്തിൽ ഇത് അതുപോലെ പോകണം. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്സിൽ ഗുങ്കുരു ആഡ് ചെയ്യാം. ഗുങ്കുരൂസ് എടുത്തിട്ട് ഇത് ഒരു സ്പ്രിങ്ങില് കുറച്ച് ഗുങ്കുരു ആഡ് ചെയ്യാം. വീണ്ടും അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. പ്രധാന അട്രാക്ഷൻസിൽ ഒന്ന് ഫസ്റ്റ് സ്പ്രിങ് ഇടണം. അതിനുശേഷം മാത്രമേ ഗുങ്കുരു ഇടാം. ഗുങ്കുരു സെന്ററിലാവണം. അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇടാം. എത്ര വേണമെങ്കിലും ഇടാം. ഒരു 2, 3, 5 വരെ ഇടാം. ഗുങ്കുരൂസും ഈ സ്റ്റോൺസും എല്ലാം കൂടി വരുമ്പോഴാണ് ശരിക്കും ഇത് നല്ല ഗോഡി ആയിട്ടുള്ള ജ്വല്ലറി ആയിട്ട് മാറുന്നത് അല്ലേ? വീണ്ടും കുറച്ച് ഗുങ്കുരുവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്ക്രീനിനകത്ത് വളരെ കുറച്ച് ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാണ്. എന്നാലും കൊണ്ടുവന്നിട്ട് നമുക്കതിനെ അതിന്റെ ഡിഫറൻസ് നമുക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. ഇതുവരെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഗുങ്കുരൂസ് ഇട്ട് കഴിയുമ്പോൾ അതിനിടയ്ക്ക് വീണ്ടും ഒരു കൂടുതൽ ഭംഗിയും കൂടി വരും. കാരണം മുത്തുകൾ ഇങ്ങനെ കിടക്കല്ലേ. ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പ്ലെയിൻ ആയിട്ടും ചെയ്യാം, അല്ലാതെ ഗുങ്കുരൂസ് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്ത് കുറച്ച് എത്ര ലെങ്ത് വേണോ അതനുസരിച്ച് ലെങ്ത് എടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്കൊരു ബാക്ക് ചെയിൻ അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ലോക്കറ്റ്സും കൊടുക്കാം. പെൻഡൻസ് നമുക്ക് കല്ല് വെച്ചതോ അല്ലെങ്കിൽ പ്ലെയിൻ ആയതോ കൊടുക്കാം. പിന്നെ ബാക്ക് ചെയിൻ. ഇതിന്റെ പേര് ഗോണ്ട എന്നാണ്. നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും.
ഗോണ്ട അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഗോൾഡൻ കളർ ചെയിൻ തന്നെ കിട്ടും, ആ ചെയിൻ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇതാകുമ്പോഴും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഗോണ്ടാസ് അറ്റാച്ച് ചെയ്താൽ നമുക്ക് ഇതനുസരിച്ച് നീളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചെയിൻ ആണെങ്കിൽ പിന്നെ അങ്ങനെ പറ്റത്തില്ലല്ലോ, പിന്നെ ആ ഒരു ചെയിനിന്റെ കളറോട് കൂടി നല്ല നാച്ചുറൽ ഫിനിഷിൽ അങ്ങനെ കിടക്കും അല്ലേ? അതെ. അപ്പൊ എന്തായാലും വളരെ ഈസി ആയിട്ട് ഇപ്പൊ പ്ലെയിൻ ജ്വല്ലറിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അറ്റാച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ കുന്തൻ ജ്വല്ലറി വളരെ ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഈസി ക്രാഫ്റ്റ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി കുന്തൻ ജ്വല്ലറി വാങ്ങിക്കാൻ കടയിലൊന്നും ഓടിപ്പോകണ്ട, വീട്ടിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക. ഇതുപോലെയുള്ള നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് വീണ്ടും ക്രാഫ്റ്റ് ടീച്ചറിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കുക. സേവ്, ടേക്ക് കെയർ ആൻഡ് ബൈ.